ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്. നിങ്ങൾ ഈ കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം എന്നറിയപ്പെടുന്ന കടൽപ്പാലം, പാമ്പൻ പാലം. അതാണിത്. നിങ്ങളിത് പല വീഡിയോകളായി കാണാൻ സാധ്യത ഉണ്ടാവും. എങ്കിലും ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഈ പാലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഈ പാലം ഇപ്പോൾ പുതുതായി നിർമ്മിച്ച പാലമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പഴയ പാലം, റെയിൽവേ പാലം. അതിപ്പോൾ സുനാമി സമയത്ത് മൊത്തം നശിച്ചു പോയിട്ടുണ്ടായി. അതിനുശേഷമാണ് ഈ പാലം ഇപ്പോൾ നിർമ്മിച്ചത്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പാലം കപ്പൽ പോകുന്ന സമയത്ത് തുറന്നു കൊടുക്കുന്ന സംവിധാനം കൂടി ഇപ്പോൾ ഉണ്ട് ഈ പാലത്തിന്. പിന്നെ പറയാനുള്ളത്, ഈ പാലത്തിൽ കൂടി യാത്ര ചെയ്യാൻ നമ്മളെ മനസ്സിന് വേറെ തന്നെ ഒരു ത്രില്ലാണ്. അത് ട്രെയിനിൽ കൂടി തന്നെ യാത്ര ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു മനസ്സിനൊരു ത്രില്ല് ഉണ്ടാവും. ഒരു എന്താ പറയേണ്ട, ഒരു ഭയം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ഇതിൽ കൂടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ വരാതെ വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ പാലത്തേക്കുള്ളിലൊരു യാത്ര. ഞാൻ എൻ്റെ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. അതിന് അമൃത എക്സ്പ്രസ് ഇപ്പോൾ ഈ പാലത്തിൽ വഴിയാണ് ഇപ്പം വരുന്നത്. ഈ പാലം കടന്നിട്ടാണ് രാമേശ്വരത്തേക്ക് പോകുന്നത്. അമൃത എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ പാലം വഴി നിങ്ങൾക്ക് രാമേശ്വരത്ത് എത്താൻ പറ്റും. അമൃത എക്സ്പ്രസ് ഏകദേശം ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തുന്നത് ഏകദേശം 12:30 1 മണി ഉച്ച സമയത്താണ് ഇവിടെ ഈ രാമേശ്വരത്ത് എത്തുന്നത്. അതിന് വന്നു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ വലത് ഭാഗത്ത് നിൽക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ടൊന്ന് വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ വലത് ഭാഗത്ത് നിന്നാൽ അതിന് നല്ലൊരു ഫീല് കിട്ടും. കാരണം വലത് ഭാഗത്ത് നിൽക്കാൻ ഞാൻ പറയുന്നത്, വലത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മളെ ബസ് വന്ന ആ പാലം പിടിച്ചും കാണുന്നുണ്ടല്ലോ, അതും അതിൻ്റെ ഒരു ഫീലും കൂടി നമുക്ക് ഇതിൽ കൂടി കിട്ടും. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പാലമാണ് ഇത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം, എന്നാൽ മാത്രമേ ഈ പാലത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, ഒന്നും എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ മുമ്പിൽ ഞാൻ എങ്ങനെ എടുത്തത് അതുപോലെ തന്നെ നിങ്ങളെ മുന്നിൽ ഞാൻ ഇത് കാണിച്ചു തരുന്നതാണ്. വേറൊന്നും ചെയ്തിട്ടില്ല. അത്രയും ലെങ്ത്താണ് ഈ പാലത്തിനുള്ളത്. അത് നിങ്ങൾക്ക് ഇത് വീഡിയോ തന്നെ കണ്ടാൽ ഏകദേശം വീഡിയോ ഇതിനെക്കുറിച്ചുള്ള പാലത്തിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വീണ്ടും ഞാൻ വരാം. ഓക്കെ.